ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റാറാണ്. സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കളർ A4 പേപ്പറാണ്. ആദ്യം തന്നെ നമുക്ക് A4 പേപ്പർ എടുത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മടക്കാം. എന്നിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയ സമയത്ത് ആ മടക്കിൻ്റെ പാട് പേപ്പറിൽ വീണിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പേപ്പറിന്റെ രണ്ട് സൈഡിൽ നിന്നും പിന്നെയും മടക്കാം. ഈ പേപ്പർ മടക്കണ സമയത്ത് ശ്രദ്ധിച്ച് മടക്കുക. രണ്ട് സൈഡും ഒരുപോലെ തന്നെ വരണം. നന്നായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും പശ തേച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിൽ മാത്രം പശ തേച്ചാൽ മതി. താഴത്തെ ഭാഗത്ത് പശ തേക്കേണ്ട. ഇനി നമുക്ക് താഴത്തേക്ക് ബാക്കി വന്ന ഭാഗം മുകളിലേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ടറ്റത്തുനിന്നും ആ അറ്റം എടുത്ത് മുകളിലേക്ക് മടക്കി കൊടുക്കാം. നമ്മൾ മടക്കിയ ഭാഗം തുറന്നു കഴിയുമ്പോൾ നടുവിൽ ഒരു ചെറിയ സ്ക്വയർ പോലെ കാണാൻ പറ്റും. അവിടെ മാത്രം പശ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും അറ്റം നടുവിലേക്ക് ഒട്ടിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പഞ്ചാണ്. പഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിലെല്ലാം ഓട്ട ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഡബിൾ പഞ്ചാണ്. നമ്മുടെ ഒരു സിംഗിൾ പഞ്ച് ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഓട്ട ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പം. ഇതുപോലത്തെ 5 എണ്ണമാണ് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. താഴെ കാണുന്ന ചെറിയ ട്രയാങ്കിളിലേക്കാണ് നമ്മൾ പശ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ആദ്യത്തെ ഇതിലേക്ക് നമ്മൾ പശ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അങ്ങനെ നമുക്ക് 5 എണ്ണവും മുകളിലായിട്ട് ഒട്ടിക്കാം. 5 എണ്ണവും നമ്മൾ ചേർത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നാമത്തെയും 5-മത്തെയാണ് ചേർത്ത് ഒട്ടിക്കേണ്ടത്. നമ്മളിത് രണ്ടും ചേർത്ത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാർ തൂക്കാനുള്ള ഒരു നൂല് അതിലേക്ക് ഒട്ടിച്ചിട്ട് വേണം ചേർത്ത് ഒട്ടിക്കാൻ. ഞാനിവിടെ സെയിം കളർ നൂല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ റെഡിയായി. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്യുക. താങ്ക്